പത്മ ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. പേര് നിർത്തി പറഞ്ഞത്. പേര് അത്രയും രസമുള്ള സുഖമുള്ള പേരാണ്. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. എന്ത് രസമുള്ള പേരാണല്ലേ. ആ വെട്ടം മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടമാണെന്ന് നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ സിനിമയെ പറ്റിയൊരു ഐഡിയ വരും. പക്ഷെ എന്താണ് സിനിമ എന്ന് നമുക്കറിയില്ല. നല്ല നൊസ്റ്റുള്ള ഒരു സിനിമയും കൂടെയാണ് എനിക്കൊക്കെ. കാരണം സിനിമ അന്ന് തിയേറ്ററിൽ പോയി കണ്ടതല്ല. കാരണം 87-ലൊക്കെയാണ് ഇറങ്ങിയത്. അന്ന് 4-5 വയസ്സേ ഉള്ളൂ. അപ്പോൾ തിയേറ്ററിൽ കണ്ടതിൻ്റെ നൊസ്റ്റുമില്ല. പക്ഷേ ഇതിലെ പാട്ട്, പണ്ട് ചിത്രഗീതത്തിൽ മിക്കവാറും ലൂപ്പിൽ വരുന്ന പാട്ടുകൾ ഒന്നിതാണ്. പൂവേണം പൂപ്പട വേണം പൂവിളി വേണം. ഈ പാട്ട് മിക്കവാറും വരുമായിരുന്നു. അതുകൊണ്ട് ഇതേത് സിനിമയിലെ പാട്ടാണെന്നും അറിയാം, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയാണെന്നറിയാം, ഇതിൻ്റെ ഫ്രെയിമൊക്കെ കണ്ടറിയാം. പക്ഷെ അതാണ് പ്രധാനപ്പെട്ട നൊസ്റ്റു. പക്ഷെ പിന്നീട് ഈ സിനിമ റീവാച്ച് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ, അതായത് തേടിപ്പിടിച്ച് കാണാൻ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് ഭരതൻ ജോൺ പോൾ കൂട്ടുകെട്ടിന്റെ മാജിക് ആണെന്ന്. അതായത് ജോൺ പോൾ എഴുതി ഭരതൻ എന്ന സംവിധാനം ചെയ്ത സിനിമയാണ്. ONV ജോൺസൺ മാഷിന്റെ സംഗീതമാണ്. ഇതൊക്കെ പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ ഇതിന്റെ വലിപ്പം കൂടി മനസ്സിൽ. കാരണം അതിലെ വിഷ്വൽസും അതിലെ ഓരോ ഫ്രെയിംസും ഒക്കെ അന്ന് മുതലേ മനസ്സിലുണ്ട്. പക്ഷെ പിന്നീട് ഇത് കാണാൻ അറിയാനായിട്ട് തുടങ്ങിയപ്പോൾ അതിന്റെ ബ്യൂട്ടി കൂടി വരികയായിരുന്നു ഓരോ പ്രാവശ്യം. അന്ന് മുതൽ പിന്നെ സിനിമ മനസ്സിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ഓർമ്മ ടീച്ചറെ എന്നുള്ളൊരു വിളിയും മാഷെ എന്നുള്ളൊരു മറുവിളിയുമാണ് പിന്നീട് സിനിമ ഓർമ്മിപ്പിച്ചത്. അതായത് നെടുമുടി വേണു ചെയ്യുന്ന കഥാപാത്രമായ രാവണി നായർ ശാരദാമ്മയെ, സരസ്വതി അമ്മയെ വിളിക്കുന്നത് ടീച്ചറെ എന്നാണ്. തിരിച്ചിങ്ങോട്ട് മാഷയെന്ന്. ഇതല്ലാതെ ആ സിനിമയിൽ വിളിക്കാറില്ല പരസ്പരം. പിന്നീട് ഈ സിനിമയെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഈ 2 വിളികളാണ്, ടീച്ചറെ എന്നും മാഷയെന്നും. ഈ വിളികൾക്കിടയിലാണ് ഈ കഥാപാത്രങ്ങളുടെ സഞ്ചാരം. നമ്മൾ നോക്കുമ്പോൾ അന്ന് 40 വയസ്സ് പോലും തികയാത്ത നെടുമുടി വേണുവാണ് ഏതാണ്ട് 60-65 വയസ്സ് പ്രായമുള്ള ഒരാളായിട്ട് അഭിനയിച്ചത് ശാരദാമ്മയുടെ കൂടെ. അതും ഒരു വെറ്ററൻ ആക്ട്രസ് ആണ് അന്ന്. അതൊരു ഭയങ്കര ഗട്ട്സി മൂവാണ് അന്ന്. ഇതിനു മുൻപ് പലരും ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു കാര്യം അദ്ദേഹം അല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. പക്ഷെ സിനിമയുടെ കഥ കൊണ്ടുപോകുന്ന രീതി, ഈ 2 കഥാപാത്രങ്ങളാണുള്ളത് ആദ്യം കാണുമ്പോൾ. രാവണി നായരും സരസ്വതി അമ്മയും. ഇവരുടെ ജീവിതം, ഇവരുടെ പഠിപ്പുര, ഇവരുടെ കിളിക്കൂട്, ഇവരുടേതായ ഒരു ലോകം. ഇതിനിടയിലേക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് ഇവർക്ക് മക്കളില്ല. അതൊരു കുറവായിട്ട് അവർ കാണുന്നില്ല. പരസ്പരം അവർ മോനും മോളുമായി അവരവരുടേതായ ജീവിതത്തിൽ അവർ രസിച്ചു പോകുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു തോണിയിലൂടെ ആ പടികൾ കയറി ഇവരുടെ വീട്ടിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയുണ്ട്, മായ. ശരിക്കും ഒരു മായ തന്നെ അതുമുതൽ ആരംഭിക്കും സിനിമയിൽ. ശരിക്കും ആ പേര് കൃത്യമായിട്ടാണ് വെച്ചിരിക്കുന്നത്, മായ. അതായത് പാർവതി ചെയ്യുന്ന കഥാപാത്രം. അച്ഛനായിട്ട് വരുന്നത് MS തൃപ്പൂണിത്തുറ, ഭദ്രൻ നമ്പൂതിരിപ്പാട്. ശരിക്കും ഉറഞ്ഞു കൊള്ളുന്നൊരു നമ്പൂതിരിപ്പാടായിട്ടാണ് ഉറക്കെ സംസാരിക്കുന്ന. അദ്ദേഹത്തിന്റെ ടിപ്പിക്കൽ ടോൺ ഉണ്ടല്ലോ, ഹായ്, ആ ടോണിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ട് കയറി വരും, വിശേഷങ്ങളൊക്കെ പറയും. അതായത് ഈ മായ എന്ന പെൺകുട്ടിക്ക് ഇവിടെ അടുത്ത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. പുറത്ത് നിർത്തി പഠിപ്പിക്കാൻ താല്പര്യമില്ല. അപ്പൊ പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് പോന്നു എന്ന് പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. ആദ്യം അവരൊന്ന് സംശയിച്ചെങ്കിലും സന്തോഷമുണ്ട് അവർക്ക്. എങ്കിലും ചെറുതായിട്ടൊന്നും സംശയമുണ്ട്. കാരണം മായയ്ക്ക് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലമാണ്, പരിചയമില്ലാത്ത 2 പേരാണ്. അപ്പൊ എങ്ങനെ ഇവരെന്നെ സ്വീകരിക്കുന്ന ഒരു സംശയം ഇവർക്കും ഉണ്ട്. തമ്മിൽ ആ സംശയം കിടന്നുണ്ട്. ഒടുവിൽ സംസാരം കഴിഞ്ഞ് ഭദ്രൻ നമ്പൂതിരിപ്പാട് കാര്യമൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ച് വഞ്ചിയിലങ്ങ് പോകും. അന്ന് മുതൽ മായ അവരുടെ മകളായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നു. രാവണി നായരുടെ സരസ്വതി അമ്മയുടെ സ്വന്തം മകളായി മായ മാറുന്നു. അതായത് ആ മായ
ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മളെ കൺമുന്നിൽ അത് കാണാൻ പറ്റും. അവരുടെ സന്തോഷങ്ങളും അവരുടെ സംസാരങ്ങളും കളിയാക്കലുകളും പാട്ടിലൂടെ. അപ്പോഴൊക്കെയാണ് പൂ വേണം എന്ന പാട്ടൊക്കെ വരുന്നു. ഭയങ്കര രസമാണ് അത് കാണാനും കേൾക്കാനും ഒക്കെ. അങ്ങനെ കോളേജ് കാലഘട്ടമൊക്കെ പോകുന്നു. കുറച്ച് കഴിഞ്ഞ് കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്തുകൊണ്ട് ഇവിടെ ഭദ്രൻ നമ്പൂതിരിപ്പാട് കൊണ്ടാക്കി എന്നുള്ള കഥ വരുന്നത്. അതായത് ഈ പെൺകുട്ടിക്ക് ഒരു ഇഷ്ടമുണ്ട്, ഇഷ്ടക്കാരൻ രവി US-ലെങ്ങാണ്ട് പോയിരിക്കുകയാണ്. ഈ രവി തിരിച്ചു വരുന്നൊരു നിമിഷമുണ്ട് സിനിമയിൽ. അപ്പൊ വീണ്ടും ഭദ്രൻ നമ്പൂതിരിപ്പാട് ഉറഞ്ഞതുള്ളൂ, ഇവരെ ചേരാൻ സമ്മതിക്കില്ല, കല്യാണം കഴിക്കരുത് എന്നുള്ള രീതിയിൽ കുറഞ്ഞു തുള്ളാൻ തുടങ്ങും. ആ സമയത്തും മകളായി സ്വീകരിച്ച മായയുടെ ഇഷ്ടം നടത്തിക്കൊടുക്കാൻ രാവുണ്ണി മാഷും സരസ്വതമ്മയും ശ്രമിക്കുന്നു. ഒടുവിൽ അത് കല്യാണത്തിൽ കലാശിക്കുന്നു. അങ്ങനെ മായ വിവാഹിതയാവുന്നു. ആരടുത്ത്? രവിയോടൊപ്പം. അവൾ എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലുള്ള വിവാഹം, അതിനേക്കാളും കേമായിട്ട് നടക്കുക. അങ്ങനെ മകളുടെ വിവാഹം നടക്കുന്നു. അധികം താമസിയാതെ അവർ അപ്പൂപ്പനും അമ്മുമ്മയും ആകുന്നു. അവിടെയാണ് കഥ വീണ്ടും മാറുന്നത്. അതായത് മായ ഗർഭിണിയാവുന്നു, പ്രഗ്നന്റ് ആവുന്നു ഒരു കുഞ്ഞിൻ്റെ. അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ സിനിമ കാണണം. അതിൻ്റെ മൊമെന്റ്സ് ഇങ്ങനെ കാണാനുണ്ട്. നെടുമുടി വേണുവും ശാരദയും അഭിനയിക്കുന്ന മൊമെന്റ്സ് കാണണം. അതായത് മക്കൾ പോലും ഇല്ലാത്ത അവർ മകളായി ഒരാൾ വരുന്നു. ഇപ്പോൾ അത് അപ്പൂപ്പനും അമ്മുമ്മയും മാറുന്നു. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ആ സിനിമയിൽ. അങ്ങനെ ഡെലിവറിക്കായിട്ട് മുറിക്കകത്ത് കൊണ്ടുപോകുന്നു. ഒരാൺകുട്ടി ജനിക്കുന്നു. എന്നാൽ മായ എന്ന അമ്മ പെൺകുട്ടി മരിക്കുന്നു. അതോടുകൂടി അവരുടെ എന്തൊക്കെയോ കരുതി വെച്ചിരുന്ന അതുവരെ ഉണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെ അതിൽ നിന്നും തകർന്നു പോകുന്ന പോലെ തോന്നുന്നവർ എല്ലാം തന്നു. ഇതാ വീണ്ടും ഒരു നഷ്ടം. എങ്കിലും ആ ആൺകുഞ്ഞിനെ അവർ സ്വീകരിക്കുന്നു. തൻ്റെ പേരക്കുട്ടിയായി ഉണ്ണിയെ അവർ വളർത്താൻ തുടങ്ങുന്നു. അതായത് ഒരു കുട്ടിയെ അവർ ചെറുതിലെ മുതലേ വളർത്തി തുടങ്ങുകയാണ്. തങ്ങളുടെ കുട്ടിയായി. എന്നാൽ അത് പേരക്കുട്ടിയാണ് ഉണ്ണി. അവൻ അവിടെ കളിച്ച് വളരുന്നു. അവരുടെ കൂടെ തന്നെ വളരുന്നു. ഓരോരോ വളർച്ചകളും അവൻ്റെ കുസൃതികളും ഒക്കെ അവരുടെ കൂടെ തന്നെ വളരുന്നു. അവർ വീണ്ടും ഒരു ചെറിയ കുട്ടിയായി. രണ്ടുപേരും കുട്ടികളായി മാറുന്നു. ശരിക്കും പറഞ്ഞാൽ 3 കുട്ടികൾ. അങ്ങനെ അവർ വളരാൻ തുടങ്ങുന്നു. വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് കഥ എത്തുന്നു. രവി നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. തന്നോടൊപ്പം തൻ്റെ മകനെ കൂട്ടിക്കൊണ്ടു പോകണം, അതാണ് ആവശ്യം. രവി തിരിച്ചു വരുന്നു. ഈ ആവശ്യം രാവുണ്ണി നായരോട് പറയുന്നു. ഒട്ടും താല്പര്യമില്ലാതെ ദേഷ്യത്തോടു കൂടി രാവുണ്ണി നായർ രവിയോട് ദേഷ്യപ്പെടുന്നു. എങ്കിലും മനസ്സിലാക്കുന്നുണ്ട് ഒരു അച്ഛനാണെന്ന്. ആ കാര്യം സരസ്വതി അമ്മയെ അറിയിക്കുന്നു. മനസ്സോടെ കണ്ണീരോടുകൂടി അവർ ഒരു ദിവസം വന്നോളൂ എന്ന് പറയുന്നു. അന്ന് ഉണ്ണിക്കുട്ടനെ ഒരുക്കുകയാണ് അവർ പോകാനായിട്ട്. ഉണ്ണിക്കുട്ടൻ അറിഞ്ഞിട്ടില്ല. ഉണ്ണിക്കുട്ടൻ്റെ ധാരണ ഉണ്ണിക്കുട്ടൻ്റെ കൂടെ അമ്മുമ്മയും അപ്പൂപ്പനും വരുന്നുണ്ട്, അച്ഛനോടൊപ്പം വെടിവെക്കാറ്റ് പോവുകയാണ്. അങ്ങനെ അവനെ റെഡിയാകുന്നു. ആ നിമിഷം റെഡിയായി പോകാൻ നേരത്താണ് അവന് മനസ്സിലാവുന്നത് അപ്പൂപ്പനും അമ്മയും വരുന്നില്ല, ഞാൻ അവരെ വിട്ട് പോവുകയാണ്. അന്ന് മനസ്സിലായി അവൻ കരയാൻ തുടങ്ങുന്നു. ആ കാഴ്ച നമ്മളെ കാണിക്കുന്നില്ല ഫ്രെയിമിൽ. കരഞ്ഞുകൊണ്ടേ പോകുന്ന കരച്ചിൽ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ശാരദാൻ നെടുമുടി വേണുവിൻ്റെയും ഫ്രെയിമാണ് കാണിക്കുന്നത്. അതായത് രാവുണ്ണി മാഷും സരസ്വതിയമ്മയും ആ കേൾക്കുന്ന കരച്ചിലിനോടൊപ്പം ഇവരുടെ കണ്ണീര് നമ്മൾ കാണുന്നു. ദേഷ്യത്തോടുകൂടി വലിയൊരു കിളിക്കൂട്ടിലുള്ള കിളികളെല്ലാം നെടുമുടി വേണു പറത്തി വിടുന്നു. എന്നിട്ട് അവർ ആ പുഴയുടെ തീരത്തേക്ക് ഇവർ രണ്ടുപേരും നടന്നു പോകുന്ന ഫ്രെയിമിലാണ് സിനിമ കേൾക്കുന്നത്. ഇനി ഈ സിനിമയുടെ ഒരു വളർച്ച, ഒരു കണക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ ടീച്ചറെ എന്നും മാഷെ എന്നുമാണ് അവർ വിളിക്കുന്നതെന്ന് പറഞ്ഞത്. അതായത് അവരൊരു കുട്ടികളായിട്ടാണ്
കഥ. നമ്മൾ ടീച്ചറെന്നും മാഷെന്നും എപ്പോഴാണ് വിളിക്കുന്നത്? സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ മാക്സിമം പോയാൽ. സോ അവര് ആ കുട്ടികൾ എന്നുള്ള രീതിയിലാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രായമായത് ശരീരത്തിൽ നിന്നുള്ള രീതിയിലാണ്, മനസ്സിൽ അവർ കുഞ്ഞുങ്ങളാണ്, അവർക്ക് മക്കളില്ല. അതുകൊണ്ട് ടീച്ചറെ എന്നും മാഷെ എന്നുമാണ് പരസ്പരം വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാറില്ല ഇന്നർ ചൈൽഡ് എന്നൊക്കെ പറഞ്ഞാൽ, അവരുടെ കുട്ടിത്തത്തെയാണ് ആ ക്യാരക്ടേഴ്സിലൂടെ കാണിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്. അവരുടെ ഇടയിലേക്ക് ഒരു കുട്ടി വരുന്നു, മായ. മായ മറ്റൊരു ചെറിയ കുട്ടിയെ തന്നിട്ട് മായ പോകുന്നു. അപ്പോൾ ഈ കുട്ടി വളർന്നു വലുതാവുന്നു, അവനും കടന്നു പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ അവരിലുള്ള കുട്ടികളെ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആ ഒരു നിമിഷം. അതുവരെ ടീച്ചറെ എന്നും മാഷെന്നും വിളിച്ചുകൊണ്ടിരുന്നവർ ആ ലാസ്റ്റ് ഫ്രെയിം ആവുമ്പോൾ ഒരു വിളിയുമില്ല. കിളികളെ പറത്തി വിടുന്നു, അവർ നടന്നു പോകുന്നു. ഈ സിനിമ ഇറ്റ്സ് ഓൾ അബൌട്ട് ചൈൽഡ്ഹുഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ കാണുമ്പോൾ ഒരു വാർദ്ധക്യത്തിലുള്ള രണ്ട് കപ്പിൾസിന്റെ കഥയായിട്ടാണ് തോന്നുന്നത്. പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല. ഈ സിനിമ തികച്ചും ഇറ്റ്സ് ഓൾ അബൌട്ട് ചൈൽഡ്ഹുഡ്. കുട്ടികളെ കുറിച്ചാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ബാല്യകാലത്തെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന് പേരിട്ടിരിക്കുന്നത്. ബാല്യകാലം, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നുറുങ്ങുവെട്ടമാണ്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു പോയാൽ പിന്നെ ഇല്ല ആ നുറുങ്ങുവെട്ടം. അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഈ സിനിമ കാണുക, തീർച്ചയായിട്ടും ആസ്വദിക്കുക. അടുത്ത ഒരു സിനിമയായിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സിനിമയുടെ സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും കാണാം. പത്മ.